അതുപോലെ തന്നെ നമ്മുടെ സ്വാലിഹായ നമ്മുടെ സന്താനങ്ങൾ ജാരിയ സ്വതക്കൈ മാത്രമാണ് നമുക്ക് പാരിത്രിക ലോകത്ത് ഗുണപ്രദമായി ഉണ്ടാവുകയുള്ളൂ. മറ്റെല്ലാം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരം ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ പള്ളിയും മദ്രസയുമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതിഫലാർഹമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പിഞ്ചു മക്കൾക്ക് മതവിജ്ഞാനം നൽകാനുള്ള കേന്ദ്രം, ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് സംഘടിതമായി നമസ്കരിക്കാനുള്ള കേന്ദ്രം, വളരെയധികം പ്രതിഫലാർഹമായ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിന് ഈ മഹലിലുള്ള എല്ലാ നിവാസികളും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നല്ല രീതിയിൽ ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്കൊക്കെ തന്നെ നൽകുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ വിജയിപ്പിക്കാൻ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പള്ളിയുടെ നിർമ്മാണം തുടങ്ങി ഇത്ര പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് അതിൽ നമസ്കരിക്കാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിനുവേണ്ടി സഹകരിക്കുന്ന ആളുകൾ എന്തുദ്ദേശത്താലാണോ അവർ ഇതിനു വേണ്ടി സഹായിക്കുന്നത് അവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അറബ് സഹോദരനിൽ നിന്നും ആവശ്യമായ സംഖ്യ സ്വരൂപിക്കുന്ന ഇവിടെയുള്ള നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജോലികളിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. വീണ്ടും ആരോഗ്യം സമ്പത്തും ഇത്തരം ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നിരവധി നമ്മുടെ ബന്ധുക്കളുണ്ട്. അല്ലാഹു അവർക്ക് മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു ജന്നാത്തുൻ നഈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പല ആളുകളും പലതരത്തിലുള്ള വിഷമങ്ങളുള്ള ആളുകളുണ്ട്. ശാരീരിക മാനസിക അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന പല സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, മാരക രോഗങ്ങൾ പിടിപെട്ട ആളുകളുണ്ട്, ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട്, അവസ്മാര രോഗികൾ, ഹൃദയ സംബന്ധമായ രോഗികൾ, ആശുപത്രിയിൽ കഴിയുന്ന ഐസിയുയിൽ കഴിയുന്ന രോഗികളുണ്ട്, അപകടങ്ങളിൽപ്പെട്ട ആളുകൾ, ചെറുതും വലുതുമായ രോഗങ്ങളുള്ള ആളുകൾ, അങ്ങനെ നിരവധി അസുഖങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവിടെയൊക്കെ തന്നെ എല്ലാ അസുഖങ്ങളും ഈ മഹത്തായ സദസ്സിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു ശിഫ നൽകി കൊടുക്കുമാറാവട്ടെ. മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപകട മരണത്തെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഏവർക്കും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അറിഞ്ഞും അറിയാതെ ചെയ്തുപോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ തന്നെ അല്ലാഹു പുറത്തും അഭാഗ്യം തരുമാറാവട്ടെ. മരിക്കുമ്പോൾ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മേവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ പരിപാടി സ്വാലിഹായ അമല അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിപാടി നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒന്ന് രണ്ട് ആശംസകൾ മാത്രം. ആദ്യമായി നമുക്ക് അറബി സഹോദരനെ കണ്ട് ഇതിനു വേണ്ടിയുള്ള സംഖ്യ നമുക്ക് ഏർപ്പാട് ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട നാണി ആശംസ അർപ്പിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ ദർസി ആലി മുസ്ലിയാർ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാര്, മറ്റു നേതാക്കന്മാര്, ഈ തെച്ചെണ്ണ പ്രദേശത്ത് ഒരു പള്ളി വേണമെന്ന് പല പ്രാവശ്യവും നമ്മളുടെ ദർസി എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ദർസിയോട് പറഞ്ഞു, ദർസി അവിടെ നമസ്കരിക്കാൻ ആളുണ്ടാവുമോ? ഈ ഗ്രാമത്തിലാണ് പള്ളി തരുന്നത്. നിങ്ങൾക്ക് പള്ളി നമുക്ക് ഏതേ അറബികളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അവരെന്ത് ചെയ്യും? ആ സാധുക്കൾക്ക് വിവരങ്ങളൊന്നും അറിയില്ല. ഇവിടെ നിസ്കരിക്കാൻ ആളുണ്ടാവും, അവിടെ എന്താ ഉണ്ടാവുന്നത്. അപ്പൊ ദർസിയും ആലി മുസ്ലിയാരും പറഞ്ഞു, ഇവിടെ നല്ല ആൾക്കാരുണ്ടാവും, ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർക്ക് പള്ളി കുറെ ദൂരെ പോകണം, അതുകൊണ്ട് ഞങ്ങൾക്കൊരു പള്ളി നിർബന്ധമായിട്ട് തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് 3 പ്രാവശ്യം ഈ സ്ഥലം വന്ന് സന്ദർശിച്ചിട്ടുണ്ട്. എങ്ങനെ നമസ്കരിക്കാൻ ആളുണ്ടാവും, ഇവിടുത്തെ ചുറ്റുപാട് എങ്ങനെയെന്ന് പല ആൾക്കാരെ കൊണ്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ പള്ളി കൊടുത്തത്. കാരണം ഇവിടെ അർഹമായ ഒരു പള്ളി വേണം. കാരണം ഇതിന്റെ ചുറ്റുഭാഗത്തൊന്നും പള്ളിയില്ല. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ ഒരു പള്ളി മദ്രസയും, പള്ളി കഴിഞ്ഞതിന് ശേഷം ദർസി പറയുന്നത് മദ്രസയുമാണെന്ന്. നമ്മളോട് ഇൻഷാ അല്ലാഹ് എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. അറബികൾ നമുക്ക് തരാൻ അവർക്ക് അതിലൊരു മനസ്സുണ്ടായാൽ ഇൻഷാ അല്ലാഹ് ഒരു മദ്രസ നമുക്ക് തരാം. അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. 7 ലക്ഷം റുപ്യ മാത്രമാണ് ഈ പള്ളിക്ക് കിട്ടിയത്. ബാക്കി കുറച്ച് പൈസ നിങ്ങൾ നാട്ടുകാരോട് കൂടി സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 130 ആൾക്കാണ്, 125 ആൾ എന്തായാലും ജലീൽ പറഞ്ഞത് 130 ആൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമായ നല്ലൊരു പള്ളി ഞാൻ നിങ്ങൾക്ക് നിർമ്മിച്ചു തരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് 1,65,000 റുപ്യ നാട്ടുകാർ ഉണ്ടാക്കി തന്നാൽ
ഞാൻ തരുന്ന 7 ലക്ഷം കൂട്ടിയിട്ട് നല്ലൊരു പള്ളി ഉണ്ടാക്കി തരാമെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ 10-25 പള്ളി ജലീല ഉണ്ടാക്കിയത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ അരീകൂട്ടുകാരനാണ്, നമ്മളെ സഫറുവിന്റെ പെങ്ങളെ കുട്ടിയാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് നേരിട്ട് ജലീലിനോട് പറയാം. പിന്നെ എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യുക, പള്ളി എടുക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. എല്ലാവരും ഫോർമാനായിരുന്നു. കാരണം ഒരാള് അമീറാക്കി നിർത്തിയിട്ട് അതിന്റെ പോരായ്മ എന്താണ്, ആ പള്ളിക്ക് എന്താണ്, നമ്മുടെ എന്തേ പണിയുടെ മോശമുണ്ടോ, അത് ഒരാൾ ചൂണ്ടിക്കാട്ടി കൊടുക്കുക. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, അവിടെ വന്നിട്ട് അത് ഇത് ചെയ്യ് മറ്റേ ചെയ്യുന്ന പറഞ്ഞാൽ ആ വരുന്ന കോൺട്രാക്ടർ എന്ത് ചെയ്യും, ഒരു ഇട്ടറിഞ്ഞ് പോകും. അതാണ് ഏകദേശം പള്ളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടുകാരോട് പ്രത്യേകമായിട്ട് പറയാം, നമുക്ക് 6 മാസം കൊണ്ട് പള്ളിന്റെ പണി കഴിച്ച് ഉദ്ഘാടനം കഴിക്കണം എന്നാണ് പറഞ്ഞത്. അറബി മിനിയാന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് 6 മാസം കൊണ്ട് നമ്മൾ പണി കഴിക്കണം എന്നാണ്. നിങ്ങളുടെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായാലും ഇൻഷാ അള്ളാ 3-4 മാസം കൊണ്ട് ജലീൽ അതിന്റെ പണി തീർക്കും. കാരണം നമ്മൾ ഏകദേശം ഇവിടെ കൊടുത്ത പള്ളിയൊക്കെ ജലീൽ പറഞ്ഞ 2 മാസം മുമ്പ് നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടാണ് അവന് നമ്മൾ ഈ പള്ളി കൊടുക്കുന്നത്. അതുകൊണ്ട് കൂടുതലായി ഒന്നും പറയാനില്ല, സമയം വൈകിയത് കൊണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ഉദ്ഘാടനം നമുക്ക് വളരെ ഗംഭീരമായി കഴിക്കണം. അപ്പോൾ ഒരു മദ്രസും കിട്ടണം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇതിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഒരു പരിപാടി കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ ആശംസയില്ല, MP കുട്ടിമാൻ ഒരു ആശംസ നിർവഹിച്ചിട്ട് നമുക്ക് പള്ളിയുടെ ശിലാസ്ഥാപനം കർവ് നിർവഹിക്കാം. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് OC അലി മുസ്ലിയാർ, നമ്മുടെ മുഖ്യാതിഥി, ഈ പള്ളിക്കും മദ്രസക്കും തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ ദർസി, മറ്റു അധ്യക്ഷവേദിയിലെ ആദരണീയരായ മഹജികളെ, നല്ലവരായ എൻ്റെ നാട്ടുകാരെ, ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച ഈ പള്ളിയും മദ്രസയും എത്രയും വേഗം യാതൊരു സാമ്പത്തികമായോ മറ്റോ ഉള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കൂടാതെ പെട്ടെന്ന് ഇതിൻ്റെ പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യുമാറാകട്ടെ എന്ന് അർഹമുറാഹിമീനായ തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഇനി സദസ്സിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് എന്ന കുഞ്ഞ് സംസാരിക്കുന്നതോടുകൂടി നമുക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. വളരെ അക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒന്നും പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച അലിമുസീർ അവർകൾക്കും അതുപോലെ നമ്മുടെ തറക്കല്ലിടൽ കർമ്മത്തിന് എത്തിച്ചേർന്ന ഹമീദ് അലി ശിഹാബ് തങ്ങൾക്കും ഈ മറ്റേ ദർസി അബ്ദുൽ ഹാജി കുട്ടിമാൻ എന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മൾക്ക് സ്ഥലം തന്ന മാനി അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അതുപോലെ ഞങ്ങൾ ഈ വഴിക്ക് പള്ളിക്ക് സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ മൈത്ര ചെന്നിട്ട് കണ്ണഞ്ചേരി ചെറിയാപ്പൂനെ കണ്ടപ്പോൾ യാതൊരു ഇതുമില്ലാതെ വളരെ ഉത്സാഹത്തോടു കൂടി നമുക്ക് വഴി അനുവദിച്ച് തന്ന് അദ്ദേഹം അതിൻ്റെ മുൻവശത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടിമാനെ അവിടെ ചെന്നിട്ട് ആ വഴിയിൽ കൂടി നമുക്ക് വണ്ടി കയറാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇപ്പുറത്തു കൂടെ വണ്ടി കയറാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ വളരെ ഉത്സാഹത്തോടു കൂടി നമുക്ക് വേണ്ട രൂപത്തിൽ നിങ്ങൾ വണ്ടി കയറ്റിക്കൊള്ളി എന്ന് പറഞ്ഞ ചെറിയാപ്പൂന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇനി അടുത്തൊരു ശിലാസ്ഥാപനമാണ്. പിന്നെ ഒരു മധുരം കൊടുക്കുന്നുണ്ട്, പായസം കൊടുക്കുന്നുണ്ട്, ഒരു കണ്ണട അവിടെ വീണ് കിട്ടിയിട്ട്